നമ്മുടെ സമൂഹത്തിൽ വയലൻസ് പെരുകുന്നതിന് പ്രധാനമായിട്ടുമുള്ള കാരണം ലഹരിയാണ് എന്നൊരു നിഗമനത്തിലേക്കല്ല നമ്മൾ എത്തുന്നത്. പക്ഷേ അതൊരു പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് എന്നാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അതോടൊപ്പം പലതും സ്വാധീനിച്ചേക്കാം. ഈ 335 ക്രൈമുകളിൽ പല ക്രൈമുകളുടെയും സ്വഭാവം ഞെട്ടിക്കുന്നതാണ്. ഇപ്പോൾ ഗ്രീഷ്മ സ്വന്തം കാമുകനെ കഷായത്തിൽ വിഷം ചേർത്ത് കൊടുത്ത് കൊലപ്പെടുത്തി. അങ്ങനെ സംഭവം നമ്മൾ കേട്ടില്ല. ജോളി കൂടത്തായി സൈനൈഡ് എത്ര പേരിൽ വിദഗ്ധമായി ചേർത്ത് ചാലിച്ചു കൊലപ്പെടുത്തി എന്നുള്ളതാണ്. അതേപോലെ ആലുവയിലൊരു ആന്റണി മാഞ്ഞൂരാൻ കൊലക്കേസ് അറിയാം. ആ കുടുംബത്തിലെ മുഴുവൻ ആളുകളെയും 7 പേരെ കൊലപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അതിനുശേഷം ഒരു കേഡൽ ജിൻസൺ അവിടെ നന്തങ്കോട് ഒരു കുടുംബത്തിലെ തന്നെ 4 പേരെ വകവരുത്തുന്നതാണ്. ഇതൊക്കെ കേരളത്തിൽ സംഭവിക്കുമ്പോൾ അതിന് പിന്നിൽ ഒരുപാട് മ്യൂസിയം പിന്നെ അടുത്ത് പിന്നെ അച്ഛനെയും അമ്മയും കൊന്ന് പിന്നെ ഫ്രിഡ്ജിനകത്ത് വെച്ചു. അവനിങ്ങനെ എന്തോ കളിച്ചുകൊണ്ടിരിക്കുന്ന അപ്പോൾ ഒരർത്ഥത്തിൽ അന്ധവിശ്വാസങ്ങൾ വാഴുന്നുണ്ട്. അതൊരു പ്രധാന കാരണമാണ്. പക്ഷെ മറ്റൊരു കാര്യം നമ്മൾ പറയാതെ പോകൂടാ. ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഇതിലെ ഒരു കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന നെടുമങ്ങാട് DYSP ഇന്ന് രാവിലെ 7-8 മണിയോടുകൂടി ഒരു പോസ്റ്റിൽ ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടിരുന്നു. വാട്സപ്പ് സ്റ്റാറ്റസ് ഒരു സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. അത് പറയാനാണ്. ഏതെങ്കിലും തരത്തിൽ സിനിമ മാത്രമാണെന്നോ സിനിമ കണ്ടതുകൊണ്ട് ഇങ്ങനെ വയലൻസ് ഉണ്ടാകുമെന്നോ ഉള്ള നേരിട്ടുള്ള ബന്ധത്തെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്. ആ നെടുമങ്ങാട് DYSPയുടെ പോസ്റ്റിൽ മാർക്കോ പോലുള്ള സിനിമ ആഘോഷിക്കുന്ന കാലം എന്നാണ് വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടത്. പിന്നീട് അദ്ദേഹം അത് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതും സമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഇപ്പോൾ ആവേശം എന്ന് പറയുന്നൊരു സിനിമ, ആ സിനിമയിൽ വേറൊരു രീതിയിൽ ചിത്രീകരിക്കുന്നു. ഇതൊക്കെ ചലച്ചിത്രകാരന്മാരുടെ പണി എന്ന സിനിമ മുറ എന്ന് പറയുന്ന ഒരു സിനിമ. ഈ സിനിമകളൊക്കെ എടുക്കാനുള്ള ചലച്ചിത്ര സംവിധായകരുടെ കലാകാരന്മാരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ മാനിച്ചുകൊണ്ട് തന്നെ പറയുന്നു അതുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ്. കാരണം ഇത് പണ്ടൊക്കെ A സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ തിയേറ്ററിൽ പോയി കാണുമായിരുന്നല്ലോ. വലിയ ബുദ്ധിമുട്ടാണ്. ഒളിച്ചും പാത്തുമൊക്കെ പോയി ഈ കുട്ടികൾ 16 വയസ്സ് മുതലുള്ള കുട്ടികൾ പോയി കാണാനാണെങ്കിലും വലിയ ബുദ്ധിമുട്ടാണ്. കുട്ടികൾ കണ്ടിട്ടുണ്ട്. പക്ഷേ OTTയുടെ കാലമാണ്. മൊബൈൽ ഫോണിൽ സിനിമകൾ കിട്ടുന്ന കാലമാണ്. അപ്പോൾ സെൻസർഷിപ്പ് എന്നുള്ളത് ഒരു പരിധിവരെ പ്രായോഗികമായി മാറിക്കഴിഞ്ഞു. നമുക്കത് ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ മാർക്കോ പോലെ സിനിമ 18 വയസ്സുള്ള കുട്ടിയാണോ മാർക്കോ കാണുന്നത്? 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ കാണില്ലേ? ആഘോഷിക്കപ്പെടുന്നുണ്ട്. ഞാൻ ഏതെങ്കിലും തരത്തിൽ ആ സിനിമയ്ക്ക് നേരിട്ടെതിരായിട്ടില്ല. പക്ഷേ അത് കൊടുക്കുന്ന സന്ദേശം എന്താണ്? അതിനെ ആരാണ് ഗൈഡ് ചെയ്യുക? സിനിമയിൽ തുടങ്ങുന്നതിന് മുമ്പ് കൃത്യമായിട്ട് എഴുതി കാണിക്കുന്നുണ്ടല്ലോ ഇതിൽ പേരൻസിൻ്റെ ഗൈഡൻസ് ആവശ്യമുണ്ട് എന്ന്. ചില സിനിമകൾ എഴുതി കാണിക്കുമ്പോൾ 13 വയസ്സിന് മുകളിൽ കാണേണ്ട കുട്ടികളുടെ സിനിമകൾ, 18 വയസ്സിന് മുകളിലുള്ള കാണേണ്ട സിനിമകൾ എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. ഇതൊന്നും പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഈ സെൻസർ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മുടെ മുന്നിൽ ഒരു സമയം കൊല്ലി മാത്രമാണ്. പക്ഷേ അതിൽ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കാറില്ല. അതുമായി ബന്ധപ്പെട്ട സൂചകങ്ങൾ നമ്മൾ ഉപയോഗിക്കാറില്ല. അതൊക്കെ ഈ വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഘടകങ്ങളാണ് എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ആ നെടുമങ്ങാട് DYSP വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടതുകൊണ്ടാണ് ഈ പറഞ്ഞത്. സിനിമയ്ക്കും ഇതൊരു ജെൻസി ഫോബിയ ഇപ്പോഴിറങ്ങിയ പടങ്ങളിൽ ഇപ്പോൾ ഞാൻ ഓഫീസർ ഓൺ ഡ്യൂട്ടി കണ്ടില്ല. പക്ഷേ ഈ പണി മാർക്കോ 2 സിനിമ ഓഫീസർ ഓൺ ഡ്യൂട്ടി തിരിച്ചാണ് കേട്ടോ. ഇതിനെതിരെയുള്ളൊരു ജെൻസി ഫോബിയ ഞാൻ പറഞ്ഞു. സിനിമയ്ക്ക് സമൂഹത്തിലൊരു സ്വാധീനമുണ്ട്. അപ്പോൾ വയലൻസ് എന്ന് പറയുന്നത് എത്രത്തോളം അത് ഡിസ്പ്ലേ ചെയ്യുന്നു, അത്രയും വയലൻസ് കാണിച്ചാലേ ആ കഥാപാത്രത്തിനൊരു ഹൈപ്പ് കിട്ടുകയുള്ളൂ എന്നത് ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ കൊലപാതകം മാത്രമല്ല, പറയുന്ന ലഹരിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വർദ്ധിച്ചു വരുന്നൊരു കേസസിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ 2016 മുതലുള്ള 8 വർഷക്കാലം 360% ഇൻക്രീസ് ആവുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 360% വർധന 8 വർഷം കൊണ്ട്. നേരത്തെ അരുൺ പറഞ്ഞൊരു കാര്യം ശരിയാണ്. നമ്മുടെ സംസ്ഥാനം കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഇപ്പം വടക്കേ ഇന്ത്യയിൽ, ബീഹാറിലോ ഉത്തർപ്രദേശിലോ ഒന്നും ഇത്രയും കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ അപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു അലാമിങ് സിറ്റുവേഷൻ അല്ലേ? 360% വർധന എന്ന് പറയുന്നത് അത് ഈ പറയുന്ന ആഫ്റ്റർ കോവിഡ് അത് കൂടുതൽ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതൊരു അലാമിങ് സിറ്റുവേഷനാണ്. ഒരു ഡൗട്ടും വേണ്ട ഈ കാര്യത്തിനകത്ത്. ഇതൊരു അലാമിങ് സിറ്റുവേഷനാണ്. കേരളം കടന്നു പോകുന്ന ഒട്ടും തന്നെ എന്താ പറയുക, വളരെ ആശങ്കാകരമായ സാഹചര്യത്തിലേക്ക് വന്നു. നമ്മുടെ വീടുകൾ അങ്ങനെ മാറുന്നു എന്നുള്ളതാണ് ഇതിനകത്തൊരു പ്രശ്നം. അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. പൊതുസമൂഹത്തിന് മുന്നിൽ ചർച്ചയ്ക്ക് വയ്ക്കാനാണ്. നമ്മൾ കുട്ടികളുമായിട്ട് സൗഹൃദം ഉണ്ടാവണം എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് പാർട്ടിയും വീടുകളിൽ കൂടുന്നുണ്ട്, ചില വീടുകളിൽ. അപ്പോൾ രക്ഷിതാക്കൾ കുട്ടികളുടെ മുന്നിലിരുന്ന് നിങ്ങൾക്ക് ബീർ കഴിക്കാം, നിങ്ങൾക്ക് മദ്യം കഴിക്കാം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതൊരു തരത്തിൽ വലിയ പ്രോത്സാഹനമായി മാറുന്നുണ്ട്. കാര്യം രക്ഷിതാക്കൾ ചിലപ്പോൾ അവിടെ നിർത്തുമായിരിക്കും. പക്ഷേ ഇത് കാണുന്ന കുട്ടികൾ പിന്നീട് ഈ പാർട്ടിക്ക് പോകുന്ന സമയത്ത് ബീറുകളോ ഇത്തരം സാധനങ്ങളോ അല്ല, അത് ഉപയോഗിക്കുന്ന പോലും അപകടകരമാണ്. പക്ഷേ അതിനും അപ്പുറത്തേക്കുള്ള സബ്സ്റ്റൻസുകൾ ഉപയോഗിച്ച് തുടങ്ങും. നേരത്തെ സുജയ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഈ പാർട്ടികളിൽ സംഭവിക്കുന്ന ഈ കുട്ടികളോട് ഇത് മറ്റുള്ള പിയർ ഗ്രൂപ്പ് പ്രഷർ. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ഇത് ഉപയോഗിക്കാതിരുന്നാൽ സോഷ്യൽ ഐസൊലേഷൻ വരും, സമൂഹത്തിൽ നിന്ന് അവനെ മാറ്റി നിർത്തുമെന്നുള്ള ഭയം ഒരു കുട്ടിക്കുണ്ടാകുന്നു. അപ്പോൾ അവനെ ആ ഭയത്തിലേക്ക് എത്തിക്കുന്നത് ആ സമൂഹത്തിന് നോർമലൈസ് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പോൾ സ്കൂളിൽ ഇതില്ലാതെ ഈ ആഘോഷങ്ങൾ നടക്കുമ്പോൾ, പ്രത്യേകിച്ച്
പക്ഷേ സ്കൂൾ ഫെസ്റ്റ് നടക്കുമ്പോൾ ആനുവൽ പരിപാടികൾ നടക്കുമ്പോൾ ഇത്തരം സബ്സ്റ്റൻസുകളുടെ ഉപയോഗമുണ്ട് എന്നുള്ളതാണ് സ്കൂളുകളിൽ നിന്ന് അധ്യാപകർ തന്നെ പറയുന്നത്. ടൂർ കൊണ്ടുപോകാൻ ഭയമാണ് ചില ടീച്ചർമാർ. സ്കൂളുകൾക്ക് മുന്നിലൊക്കെ കറങ്ങി നടക്കുന്ന ഞാനിപ്പോൾ എൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിലെ ഈ മാനേജ്മെന്റ് കമ്മിറ്റിയിലും ഉള്ളതുകൊണ്ട്, കാരണം ചർച്ചയാകുന്ന വിഷയങ്ങളിൽ പ്രധാനപ്പെട്ടത് ഇതൊക്കെയാണ്. കാരണം ഈ പുറത്ത് കറങ്ങി നടക്കുന്ന ഗ്യാങ്ങുകളുണ്ട്, അവരിലേക്ക് ഈ കുട്ടികൾ എത്താതിരിക്കാൻ വേണ്ടി അത്രത്തോളം കെയർ എടുക്കുന്ന സ്കൂളുകളുമുണ്ട്. എന്നാൽ ഈ ലിബറൽ ആക്കി വിടുന്ന, അല്ലെങ്കിൽ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിന് ലിമിറ്റ് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജെൻസി അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആൽഫ കിഡ്സിനെ ആ രീതിയിൽ വേണം നോക്കണം എന്ന് പറയുന്ന പുതുതലമുറ സ്കൂളുകളുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്വകാര്യ സ്കൂളുകളിൽ കുറച്ചുകൂടി ഒരു മോണിറ്ററിംഗ് വേണ്ടതാണ് എന്നുള്ളതാണ്. ഈ സ്കൂളിന്റെ പരിസരങ്ങളിൽ സിഗരറ്റ് വിൽക്കാൻ പാടില്ല. അത് കേരളത്തിലൊരു നിയമമാണ്, വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പാലിക്കപ്പെടുന്നുണ്ട്. അതൊക്കെ ഉറപ്പാക്കണം. കാരണം വെച്ചാൽ ഈ സ്കൂളിന്റെ പരിസരത്തെ കടകൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഈ പെട്ടിക്കടകൾ കേന്ദ്രീകരിച്ചൊക്കെ പരിശോധനകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതിലൊക്കെ പറ്റിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അതിന്റെ രീതികൾ മാറിയിരിക്കുകയാണ്. മാത്രമല്ല ഇതിനകത്ത് പുതിയ സിസ്റ്റമാണ് ഡ്രോപ്പിംഗ് എന്നാണ് അത്ര പറയുക. അതായത് നിശ്ചിത സ്ഥാനങ്ങളിൽ ഈ പെഡലേഴ്സ് കൊണ്ട് ഇത് കൊണ്ട് ഇടുകയാണ് ചെയ്യുക. അത് ചിലപ്പോൾ ഒരു വേസ്റ്റ് ബിൻ ആവാം, ചില സ്ഥലങ്ങളിൽ ലെറ്റർ ബോക്സുകളാവാം. എന്തിന് ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്തുള്ള ചില സ്ഥലങ്ങൾ, ഒഴിഞ്ഞു കിടക്കുന്ന കുറ്റിക്കാടിന് സമീപത്ത് പൂട്ടിക്കിടക്കുന്ന ടയർ കടയുടെ ടയറിനുള്ളിൽ ഈ സാധനം വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് വിളിച്ചറിയിക്കുക ചെയ്യുന്നത്. അവിടെ ആ സാധനം വെച്ച് അയാൾ സേഫായ ഡിസ്റ്റൻസിൽ എത്തുമ്പോൾ മാത്രമാണ് ആവശ്യക്കാരനോട് ഇത് പറയുന്നത്. ആ ക്വാണ്ടിറ്റി അവിടെ പോയി അയാൾ അത് എടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ എടുത്ത് സാധനം കൊണ്ടുപോകുന്നതാണ് ഈ രീതി. അപ്പോൾ നേരിട്ട് നമ്മുടെ ക്യാമറ കണ്ണുകൾക്ക് പോലും ഇത് കിട്ടില്ല. കാര്യം നമുക്ക് കിട്ടുന്നത് ആ ഈ സബ്സ്റ്റൻസ് മാത്രമാണ്. അവിടെ പോയി ക്യാമറയായിട്ട് ചെന്നാൽ ആര് വയ്ക്കുന്നു എന്നതുപോലും നമുക്ക് കിട്ടില്ല. അത്ര വിദഗ്ധമായിട്ടാണ് ഈ പെഡലർമാർ ആ റൂട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. ആ അർത്ഥത്തിൽ വലിയ വിപത്തായി മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ, രക്ഷിതാക്കളുടെ, അധ്യാപകരുടെ, പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളുടെ, വിദ്യാർത്ഥി യുവജന സംഘടനകളുടെയൊക്കെ പൂർണ്ണമായിട്ടുള്ള രാഷ്ട്രീയ കക്ഷികളുടെയൊക്കെ സഹകരണം നമ്മൾ തേടുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഇത്തരം ബോധവൽക്കരണ പരിപാടികൾ നടത്താം. ആ ബോധവൽക്കരണ പരിപാടികൾ റിപ്പോർട്ടറിലൂടെ പ്രേക്ഷകരെ അറിയിക്കുകയും ചെയ്യാം എന്നുള്ളതാണ് ഈ ക്യാമ്പയിൻ്റെ മറ്റൊരു ഭാഗം. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് രഹസ്യമായി കൈമാറാം. അത് എക്സൈസ് വകുപ്പിന് കൈമാറുകയും തുടർന്നുള്ള നടപടികളും അതിൻ്റെ വാർത്താ ഫോളോ അപ്പും. അരുൺ സാറേ, ഇത് ഞാൻ പറയുന്നത് ഇതിൻ്റെ അകത്ത് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്, അതുപോലെ സിനിമ സംവിധായകരും സിനിമാ നടന്മാരും നടിമാരും അതുപോലെ തന്നെ ഈ സമൂഹത്തിലുമായി പ്രധാനപ്പെട്ട ആൾക്കാർ ഒരു വീഡിയോ എങ്കിലും എടുത്ത് ഇതിനെതിരെ ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ള ഒരു വീഡിയോ എങ്കിലും. കാരണം ഇതൊരു വലിയ ക്യാമ്പയിനായി മാറുക എന്നുള്ളത് മാത്രമേ ഇതിൻ്റെ ഒരു വലിയ ജനങ്ങൾ ചർച്ച ചെയ്യണം. ഇത് നമ്മുടെ അവസ്ഥ ഇതാണ്, നമ്മൾ ഇത്രയധികം വലുതായി അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ജനങ്ങൾ അറിയുകയും ഇതിനെ ഒരു ചർച്ചാ വിഷയമാക്കി മാറ്റും. എന്നാൽ മാത്രം ഒരു ഹാഷ്ടാഗ് ക്യാമ്പയിനായിട്ട് തന്നെ ഇത് മാറേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളതാണ്. വാർ എഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്നതാണ് റിപ്പോർട്ടർ TV മുന്നോട്ട് വയ്ക്കുന്ന പുതിയ ക്യാമ്പയിൻ. നാളെ മുതൽ തന്നെ നമ്മൾ ആ ക്യാമ്പയിൻ ആരംഭിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും അതിനോടൊപ്പം നിൽക്കുക. ഇതിനകം ചില വളരെ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകൾ നമ്മൾ തന്നെ നടത്തി. നമ്മുടെ അഷ്കർ അലി കരിമ്പയുടെ റിപ്പോർട്ട് പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവും. ഈ ഡ്രഗ് ഉപയോഗിക്കുകയും അത് വിൽക്കുകയും ചെയ്തിരുന്ന ആൾ വന്നത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നത് തുറന്നു പറഞ്ഞതും പ്രേക്ഷകർ കണ്ടു. Meet the editors.